ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് സ്റ്റേറ്റ്സ് ആണ്. സ്റ്റാറ്റിക് ജി കെയിലെ സംസ്ഥാനങ്ങളെക്കുറിച്ച്, ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം സംസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒഡീഷ ആൻഡ് പഞ്ചാബ്, ഈ രണ്ട് സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ RRB SSC എക്സാംസിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ വീഡിയോസ് കണ്ടു നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഒഡീഷ. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ് ഒഡീഷയാണ്. അപ്പം ഒഡീഷയുടെ ക്യാപിറ്റൽ, പണ്ട് ഒറീസ എന്നറിയപ്പെടുന്ന ഒഡീഷയുടെ ക്യാപിറ്റൽ ഏതാണ്? ഭുവനേശ്വർ ആണ് ഒഡീഷയുടെ ക്യാപിറ്റൽ. ഒഡീഷ സ്റ്റേറ്റ് ഫോം ചെയ്തത് എപ്പോഴാണ്? 1936 ഏപ്രിൽ 1 ഒഡീഷ സ്റ്റേറ്റ് രൂപപ്പെട്ടത്. ഓക്കെ, ഒഡീഷയുടെ ടോട്ടൽ ഏരിയ എത്രയാണ്? 155,707 സ്ക്വയർ കിലോമീറ്റർ ആണ് ഒഡീഷയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. 30 ജില്ലകളാണ് ഒഡീഷയിലുള്ളത്. ലാർജസ്റ്റ് സിറ്റി ഏതാണ്? ഭുവനേശ്വർ തന്നെയാണ് ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. ഒഡീഷയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഒഡിയ ആൻഡ് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷും ഒഡിയയുമാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ളത്. ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്? 41,974,218 ആണ് ഒഡീഷയുടെ ടോട്ടൽ പോപ്പുലേഷൻ ആസ് പെർ 2011 സെൻസസ്. ഓക്കെ, അതും കൂടെ നമ്മൾ എപ്പോഴും പറയണം. ഇനി അവിടുത്തെ സെക്സ് റേഷ്യോ ആണെങ്കിൽ 1063 പുരുഷന്മാർ 1000 സ്ത്രീകൾക്ക് എന്നുള്ള ലെവലിലാണ് ഒഡീഷയിലെ സെക്സ് റേഷ്യോ. ലിറ്ററസി റേറ്റ് എത്രയാണ്? 75.15% ആണ് ഒഡീഷയിലെ ലിറ്ററസി റേറ്റ്. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി ആരാണ്? മോഹൻ ചരൺ മാജ്ഹി ആണ് ഒഡീഷയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. മോഹൻ ചരൺ മാജ്ഹി. ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? രഘുബാർ ദാസ് ആണ് ഒഡീഷയിലെ ഇപ്പോഴത്തെ ഗവർണർ. ഓക്കെ, അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിനകത്ത് നോക്കിയത്. പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇതിനകത്ത് നിന്ന് എവിടെ എങ്ങനെ ചോദിക്കുമെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് ഡീറ്റെയിൽസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്ന ഡീറ്റെയിൽസ് എങ്കിലും വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒഡീഷയുടെ ഒഫീഷ്യൽ അനിമൽ സാംപർ ആണ് ഒഡീഷയുടെ ഒഫീഷ്യൽ അനിമൽ. ബേർഡ് ആണെങ്കിൽ ഇന്ത്യൻ റോളർ. ഫ്ലവർ അശോക ആണ്. ഫ്രൂട്ട് മാംഗോ. ട്രീ എന്താണ്? സേക്രഡ് ഫിഗ് ആണ് ഒഡീഷയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ് ട്രീ എന്ന് പറയുന്നത്. ഒഫീഷ്യൽ സ്റ്റേറ്റ് ഫിഷ് ഏതാണ്? മഹാനദി മഹസീർ ആണ് ഒഡീഷയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ് ഫിഷ്. ഓക്കെ, അപ്പൊ അനിമൽ, ബേർഡ്, ഫ്ലവർ, ഫ്രൂട്ട്, ട്രീ, ഫിഷ്, ആ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഒഡീഷയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ റിവേഴ്സ് ആണ്. ഈ റിവേഴ്സ് മാത്രമേ ഉള്ളൂ എന്നല്ല ഉദ്ദേശിക്കുന്നത്, മേജർ റിവേഴ്സ് ഒക്കെയാണ്. ബൈതരണി റിവർ, മഹാനദി, ബ്രാഹ്മണി, ഋഷികുല്യ, കൊളാബ്, കാർക്കായി. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ബൈതരണി, മഹാനദി, ബ്രാഹ്മണി, ഋഷികുല്യ, കൊളാബ്, കാർക്കൈ. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഒഡീഷയിലെ മേജർ റിവേഴ്സ്. ഇനി 2 നാഷണൽ പാർക്കുകളാണ് ഒഡീഷയിലുള്ളത്. സിമിലിപാൽ നാഷണൽ പാർക്കും ഭിതാർകനിക നാഷണൽ പാർക്കും. സിമിലിപാൽ നാഷണൽ പാർക്ക് ആൻഡ് ഭിതാർകനിക നാഷണൽ പാർക്കാണ് എവിടെയുള്ളത്? ഒഡീഷയിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് നോക്കാം? ഒഡീഷയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഹരേ കൃഷ്ണ മഹാഥബ ആയിരുന്നു ഒഡീഷയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ. ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടക്കുന്നത് 1952 ഒഡീഷ സംസ്ഥാനത്തിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടക്കുന്നത് 1952. ഒഡീഷയിലെ മേജർ ഫെസ്റ്റിവൽ കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവലും ദുർഗാപൂജയുമാണ്. കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവൽ കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഏത് സംസ്ഥാനത്ത് നടക്കുന്നതാണ്
നടക്കുന്നതാണ് കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവൽ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് എവിടെയാണ് നടക്കുന്നത്? ഒഡീഷയിലാണ് നടക്കുന്നത്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. പിന്നെന്താണ്? അനിമൽ സ്റ്റേറ്റ്, അനിമൽ, ബേർഡ്, ഫ്ലവർ, ഫ്രൂട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കി. മേജർ റിവേഴ്സ് നോക്കി, നാഷണൽ പാർക്ക് നോക്കി, ചീഫ് മിനിസ്റ്റർ, ജനറൽ ഇലക്ഷൻ, ഫെസ്റ്റിവൽ നോക്കി. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഒഡീഷയെ കുറിച്ചുള്ളത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് പോവാം. അടുത്തത് പഞ്ചാബ്. പഞ്ചാബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പഞ്ചാബിന്റെ ക്യാപിറ്റൽ എന്താണ്? ചണ്ഡീഗർ ആണ് പഞ്ചാബിന്റെ തലസ്ഥാനം. പഞ്ചാബിന്റെ തലസ്ഥാനം ചണ്ഡീഗർ ആണ്. പഞ്ചാബ് രൂപീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? 1950 ജനുവരി 26 പഞ്ചാബ് എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. പഞ്ചാബിന്റെ ടോട്ടൽ ഏരിയ എത്രയാണ്? 50,362 സ്ക്വയർ കിലോമീറ്റർ, 50,362 സ്ക്വയർ കിലോമീറ്റർ ആണ് പഞ്ചാബ് സംസ്ഥാനത്തിന്റെ ടോട്ടൽ ഏരിയ. എത്ര ഡിസ്ട്രിക്ട്സ് ഉണ്ട്? 23 ഡിസ്ട്രിക്ട്സ് ആണ് പഞ്ചാബിലുള്ളത്. പഞ്ചാബിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് പഞ്ചാബിയാണ്. ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്? 2774338. ഓക്കെ, അപ്പൊ ഈ ടോട്ടൽ പോപ്പുലേഷൻ എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് 2011 സെൻസസ് പ്രകാരമാണ് നമുക്ക് ഇപ്പോഴും എല്ലാ സ്റ്റേറ്റിന്റെയും പോപ്പുലേഷൻ അറിയാവുന്നത്. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഒരു 13 ഇയേഴ്സ് മുന്നേ ഉള്ളതാണ്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മാത്രമാണ്. ഓക്കെ, ഇനി സെക്സ് റേഷ്യോ ആണെങ്കിൽ 938 മെയിൽസ് ഫോർ 1000 ഫീമെയിൽസ് ആണ് പഞ്ചാബിന്റെ സെക്സ് റേഷ്യോ വരുന്നത്. ലിറ്ററസി റേറ്റ് 75.84% ആണ്. പഞ്ചാബിന്റെ ലിറ്ററസി റേറ്റ് 75.84% ആണ്. ലാർജസ്റ്റ് സിറ്റി ഏതാണ്? ലുധിയാന. പഞ്ചാബിലെ ലാർജസ്റ്റ് സിറ്റി ലുധിയാനയാണ്. പഞ്ചാബിന്റെ ക്യാപിറ്റൽ ചണ്ഡീഗർ ആണ്. ഓക്കെ, പഞ്ചാബിൽ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി ആരാണ്? ഭഗവന്ത് മാൻ ആണ് പഞ്ചാബിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ. ഗവർണർ ഗുലാബ് ചന്ദ് കഥാരിയ. ഗുലാബ് ചന്ദ് കഥാരിയ ആണ് പഞ്ചാബിലെ ഇപ്പോഴത്തെ ഗവർണർ. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. പഞ്ചാബിനെ കുറിച്ചുള്ളത് അത്യാവശ്യം വേണ്ട എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് നോക്കാം? പഞ്ചാബിലെ സ്റ്റേറ്റ് അനിമൽ ഏതാണ്? ബ്ലാക്ക് ബക്ക് ആണ് സ്റ്റേറ്റ് അനിമൽ. സ്റ്റേറ്റ് ബേർഡ് ഗോഷാവ്ക് ആണ് പഞ്ചാബിലെ സ്റ്റേറ്റ് ബേർഡ്. ഫ്ലവർ ഗ്ലാഡിയസ് ആണ്. ഗ്ലാഡിയസ് ആണ് പഞ്ചാബിലെ സ്റ്റേറ്റ് ഫ്ലവർ. ഫ്രൂട്ട് ആണെങ്കിൽ മൻഡാറിൻ ആണ് പഞ്ചാബിലെ സ്റ്റേറ്റ് ഫ്രൂട്ട്. ട്രീ ശീശമാണ്. ശീശം ട്രീ ആണ് പഞ്ചാബിന്റെ സ്റ്റേറ്റ് ട്രീ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഫിഷ് ആണെങ്കിൽ എന്താണ്? ഇൻഡസ് റിവർ ഡോൾഫിൻ ആണ് പഞ്ചാബിന്റെ സ്റ്റേറ്റ് ഒഫീഷ്യൽ ഫിഷ്. ഇൻഡസ് റിവർ ഡോൾഫിൻ. ബ്ലാക്ക് ബക്ക്, ഗോഷാക്ക്, ഗ്ലാഡിയസ്, മൻഡാറിൻ, ശീശം, ഇൻഡസ് റിവർ ഡോൾഫിൻ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കും. നമുക്ക് ഇനി എന്ത് ചെയ്യാം? മേജർ റിവേഴ്സ്, പഞ്ചാബിൽ കൂടെ ഒഴുകുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള നദികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ്? സട്ലജ്, ബിയാസ്, രവി, ചെനാബ്, ജലം. ഓക്കെ, പഞ്ചാബിൽ കൂടെ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നദികൾ ഏതൊക്കെയാണ്? സട്ലജ്, ബിയാസ്, രവി, ചെനാബ്, ജലം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പഞ്ചാബില് നാഷണൽ പാർക്കുകൾ ഇല്ല. ഓക്കെ, നാഷണൽ പാർക്കുകൾ ഒന്നും തന്നെ പഞ്ചാബിലില്ല. പിന്നെ പഞ്ചാബിലുള്ളത് എന്താണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറിയും റിസർവ് ഫോറസ്റ്റുകളും ഒക്കെയാണ് പഞ്ചാബിലുള്ളത്. അപ്പൊ ജസ്റ്റ് അവിടത്തെ ഒന്ന് രണ്ടെണ്ണം നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാണ്. അബോദർ വൈൽഡ് ലൈഫ് സാങ്ച്വറി പഞ്ചാബിലാണ്. റാംസാർ സൈറ്റ്സ് ഓഫ് പഞ്ചാബ്, പിന്നെന്താണ്? ബിയാസ് കൺസർവേഷൻ റിസർവ്. ഇത് മൂന്നെണ്ണം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. അബോദർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത് പഞ്ചാബിലാണ്. റാംസാർ സൈറ്റ്സ് എവിടെ ഉള്ളത്? പഞ്ചാബിലാണുള്ളത്. ബിയാസ് കൺസർവേഷൻ റിസർവ് ഉള്ളത് പഞ്ചാബിലാണ്. ഓക്കെ, പഞ്ചാബിലെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു? ഗോപി ചന്ദ് ഭാർഗവ ആണ് പഞ്ചാബിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടക്കുന്നത് 1952 ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫെസ്റ്റിവൽ ഏതാണ്? ബൈസാഖി ഫെസ്റ്റിവൽ. ബൈസാഖി ഉത്സവം നടക്കുന്നത് പഞ്ചാബിലാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് പഞ്ചാബിനെ കുറിച്ച് നോക്കിയത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഒഫീഷ്യൽ അനിമൽ ബേർഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കി. മേജർ റിവേഴ്സ് നോക്കി, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് നോക്കി, പിന്നെന്താണ്? ചീഫ് മിനിസ്റ്റർ, ജനറൽ ഇലക്ഷൻ, മേജർ ഫെസ്റ്റിവൽ കൂടെ നമ്മളിവിടെ നോക്കി. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമുക്ക് ഒഡീഷയും പഞ്ചാബും
അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റും ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങളും എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ ഇവിടെ തരുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ RRB SSC എക്സാംസിന് റിപ്പീറ്റ് ആയി ചോദിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ഷോർട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നോക്കി പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ്സിനെ കുറിച്ച് ഇനി ഇതിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ ഒരു എക്സാമിനും ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ എല്ലാവരും എക്സാംസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇനിയും മുടങ്ങാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.